അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് കായൽമാട്ടിലാണ്, വൈക്കത്തുള്ള കായൽമാട്ട. അതായത് വേമ്പനാട്ട് കായലിന് അടുത്ത് ഒരു തോടുണ്ട്. ആ തോട് ചെന്ന് ചേരുന്നത് വേമ്പനാട് കായലാണ്. അപ്പൊ ഈ കാണാണ് നമ്മുടെ തോട് എന്ന് പറയുന്നത്. ഇവിടെ ഫുള്ള് വള്ളങ്ങളൊക്കെ നിറഞ്ഞിരിക്കട്ടെ അല്ലേ ചാ? അതെ, ഇവിടൊക്കെ വള്ളങ്ങൾ ഇരിക്കാണ്. അപ്പൊ ഞങ്ങളിപ്പോ നിക്കുന്നത് തോടിന് തൊട്ട് അറ്റത്ത് തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ നേരെ വേമ്പനാട് കായൽ കാണാൻ പറ്റും. എന്തായാലും അടിപൊളി. വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തോടും കായലും ഒന്നിക്കുന്നത് കാണണ്ടേ നമുക്ക്? കാണാം. ഒരു പാലുണ്ട്, ആ പാലം കയറി പോയിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട്, കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഈ ഭാഗത്ത് ഇരുമ്പിന്റെ ഒരു പാലം ഉണ്ടല്ലേ, ഈ വഴി കൂടെ കണ്ട് കേറാൻ പറ്റുള്ളൂ. ഉണ്ടല്ലേ പാലം കേറി അത് നമുക്ക് ഈ പാലം കേറി കൊള്ളാല്ലേ? ഇത് മുൻപുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിലുണ്ടാവുന്നുണ്ട്. ഈ പാലത്തിന് പകരം വേറൊരു പാലായിരുന്നു, വേറൊരു മരത്തിന്റെ ഒരു പാലായിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി നേരെ ആ ഭാഗത്ത് കണ്ടാ, അതാണ് തോട്. അതെ, ആ ഭാഗത്തൊക്കെയാണ് തോട്. എന്ത് രസം കാണാനായിട്ടല്ലേ. എത്ര വള്ളങ്ങൾ നടക്കണേ. എന്ത് ഭംഗിയാണ് ശരിക്കും ഈ വള്ളമൊക്കെ. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും. ഇവിടുന്ന് നേരെ വള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും വീടെത്തും അല്ലേ? അതെ, ഇതില് നമ്മള് വള്ളത്തിൽ കയറി ഇങ്ങനെ തുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടിന് മുന്നിലെത്തും. അപ്പൊ നമുക്ക് ഇറങ്ങാം. നല്ല കാലാവസ്ഥയാ, മഴയൊന്നും പെയ്തിട്ടില്ല അല്ലേ? രക്ഷപ്പെട്ടു. മഴയായിരുന്നു. ഓക്കെ, വള്ളങ്ങളൊക്കെ കിടക്കണ നോക്കിയേ, രസമല്ലേ? വള്ളം കെട്ടിട്ടിരിക്കാണ്. ഇവര് മറ്റേ കക്ക വാരാൻ വേണ്ടിട്ടൊക്കെ പോണതില്ല. അപ്പൊ ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പൊളിച്ച്, കക്കയുടെ തോടാണ് ഈ കിടക്കുന്നത്. പൊളിച്ച് ഇത് ആ പാത്രത്തിലിട്ട് പുഴുങ്ങി തൊണ്ട് പൊളിച്ചിട്ടാണ് ഇവര് വിൽക്കണത്, സെയിൽ ചെയ്യുന്നത്. ഞാനാണ് ഈ വള്ളത്തിന്റെ കപ്പിത്ത കണ്ട അടിയൊക്കെ വെച്ച് അറ്റത്തേക്ക് രസം കാണാൻ. ദീസാണ് വള്ളത്തിന്റെ ഈ പൊട്ടിക്കണ നോക്കിയാ, പൊട്ടിപ്പോയതാണത്. ഫൈബർമാര് അടിപൊളി. പക്ഷെ ഇവിടെ കയറണം കേട്ടോ. അതെ, അടിപൊളിയില്ല? എന്ത് രസം. എത്ര വള്ളം കിട്ടിയിട്ടില്ലേ? എത്ര വള്ളം. ഇതില്ല മറ്റേ ഇംഗ്ലീഷ് സിനിമയിലാണോ പോലെയൊക്കെ, അത് കപ്പലിലൊക്കെ വലിയ സാധനം. ഇതിന്റെ ഒക്കെ ഈ സാധനം കണ്ട് താഴത്തോട് ഇതിനൊരു പേര് പറയല്ലോ. ഇതിന് അല്ലല്ല, ഇതിനൊരു പേര് പറയും. ഇത് മറ്റേ കപ്പലിൽ നിന്നൊക്കെ വലിച്ചെറിഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ പേരാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഈ സാധനത്തിന്റെ പേര്. ഈ സംഭവം കപ്പലിലൊക്കെ കാണാം. ഈ സംഭവം ഈ ആംഗിൾ എന്ന സാധനം കപ്പലിലൊക്കെ നേരെ പോയിക്കണ്ട് ഇത് അത്യാവശ്യമൊക്കെ വന്ന് നിർത്തുമെന്ന് വെച്ചാൽ ഈ സാധനം ഇടും. അപ്പൊ ഇതിന്റെ വെയിറ്റ് ഈ മണലിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ, അപ്പൊ ആ വള്ളം അല്ലാതെ ആ കപ്പൽ അങ്ങോട്ട് വിട്ട് നീങ്ങില്ല. അതിനാണ് ഈ സാധനം. ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു വള്ളത്തിന് താങ്ങി നിർത്താൻ ഇതിനെ കൊണ്ട് പറ്റും, അതാണ് അതിന്റെ അർത്ഥം. എല്ലാ വള്ളത്തിലും ഉണ്ടാവും. അതെ. മീൻ പിടിക്കാനൊക്കെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മീൻ പിടിക്കാനെങ്കിൽ അങ്ങനെ സംഭവം തന്നെ. നമ്മൾക്ക് എന്ത് രസമൊക്കെ കാണാനായിട്ട്. അടിപൊളി വള്ളങ്ങളില്ലേ? വള്ളം നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുള്ളൂ വള്ളത്തിലേക്ക്. അങ്ങനെ പെട്ടെന്ന് കയറി ഇരിക്കാൻ പറ്റില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാ അത് ഒരു ഇതുപോലെ ഇരിക്കണം. അപ്പൊ ഇതിന് ആളുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മറ്റേ സുരാജൊക്കെ കയറി. അതെ, പരിചയ ആൾക്കാരെ ന്യൂസ് കേട്ടോ. പറ്റുമോ? അതിൽ കയറാൻ പറ്റുമോ? കയറല്ലേ? ഇതിൽ പറ്റുമോ? ശരിയുണ്ടോ? ഇത് ശരിയുണ്ട്. അയ്യോ, നമുക്ക് പണിയാ. അതില് വെള്ളാണ്. അതില് കുറച്ച് വെള്ളമുണ്ട്. കേറമ്പാ. അച്ഛനത് കേറിക്കോ. എനിക്ക് ഇവിടെ വെള്ളത്തിൽ പെട്ടെന്ന് കയറാം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല വെള്ളത്തില്. ഇതല്ലേ അങ്ങനെ ഇരിക്കാൻ നമുക്ക്. എന്താ എനിക്ക് ഇട്ട് വേണം ചവിട്ടാൻ. നടുക്കി ചവിട്ട്. അങ്ങനെ തന്നെ. നീ ഇരുന്ന പെട്ടെന്നിരിക്കും. എനിക്ക് അങ്ങനെ പേടിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നീന്തൽ പഠിച്ചിട്ടുണ്ട്. അല്ല, വെള്ളത്തിനോടേക്ക് പേടിയില്ല. അതല്ല, ആഴേക്ക് മനസ്സിലായി. അല്ല, അങ്ങനെയൊക്കെ അതിനും പേടിയില്ല. പക്ഷെ വെള്ളത്തിലിങ്ങനെ ആഴൊന്നുമില്ല ഇവിടെ. ഇത് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ കായലിലേക്ക് അധികം ഇല്ലല്ലോ. വെള്ളാണ്ട് പിടിച്ച ആട്ടുണ്ടല്ലേ, നല്ല രസം. ഇതിലിരുന്നിട്ടാണ് ഇത് ആലോചിച്ച് ഇവര് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതിലിങ്ങനെ തുഴഞ്ഞു പോയിട്ടാണ് നിക്കുന്നുണ്ട്. ചിലർക്ക് നിക്കില്ല ഇങ്ങനെ. ഇതിന്റെ മുകളിൽ എണീറ്റ് നിന്നിട്ടാണ് വീഴില്ലേ. എന്താ ആലോചിക്കല്ലേ. പക്ഷെ വള്ളത്തിൽ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട്. നമ്മള് സ്കൂട്ടർ എടുത്ത് പോണ പോലെ. ഞാനൊക്കെ മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കൊറോണയ്ക്ക് മുൻപ് 3-ൽ 2-ലൊക്കെ ഓടിക്കുമ്പോ. അന്ന് ഇവിടെ വന്നപ്പോ ഞാൻ ഒരു വട്ടം കേറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകുക. എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് കയ്യും കാര്യം വരച്ചിട്ടേ ഒരാള്
ഒരു ചേട്ടനുണ്ട്. നമ്മളിരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി. അതെ അതെ അതെ, അന്നെനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയില്ലാത്തറിയോ, നീന്തലറിയാണോണ്ടാ. നീന്തലറിയണോണ്ട് എനിക്ക് വെച്ച് പേടിയുടെ ആവശ്യമില്ല. വെള്ളത്തിനോട് അത്ര വലിയ പേടിയില്ല. ഇവിടെ ഉണ്ടോ ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. വേമ്പനാട്ടുകായൽ തിരകൾ തുടിക്കുന്നു തകതി മൃദൈ, അമ്പിളിച്ചുണ്ടൻ വെള്ളം കുതിക്കുന്നു തകതി മൃദൈ, കുട്ടനാടൻ കായലിൽ കൊച്ചു വെള്ളം തുഴയുമ്പോ പാട്ടൊന്നും പാടടി കാക്കറുമ്പി. അപ്പൊ ഞങ്ങൾ എന്തായാലും വള്ളത്തിലൊക്കെ കയറി നല്ല രസകരമായിട്ട് കഴിച്ചിട്ടുണ്ട്. ഞാൻ 10-20-30 മിനിറ്റോളം ഇങ്ങനെ ഇരുന്നു അല്ലേ, അങ്ങനെ തോന്നുന്നില്ല. ഭയങ്കര എക്സ്പീരിയൻസ്. അതെ 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 അതെ. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 16 വെള്ളം കെട്ടിവിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ കുറച്ച്. ഇതാണ് കുറച്ചും കൂടി സേഫ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. അതെ, പെട്ടെന്ന് രസവും കാണാനൊക്കെ രസം. അത് പെട്ടെന്ന് തോന്നി കയറി. അപ്പൊ ഈ കായലിൽ നമ്മൾ ഈ കക്ക വരും. കക്ക കഴിഞ്ഞിട്ട് കക്ക ഇങ്ങനെ പുഴുങ്ങും. എന്നിട്ട് ഈ തൊണ്ടുണ്ട്, ആ തൊണ്ടാണ് ഈ കാണാ. കക്ക ഉണ്ടല്ലോ, നോക്കി എത്ര തൊണ്ടാന്ന് നോക്കിയേ. അതിന് മിഷ്യം വല്ലാണ് അച്ചത്. ഇതുകൊണ്ട് ഇതതിന് മിഷ്യം വല്ലാണ്. അല്ല, ഇത് ഇടുന്ന കക്ക അരിക്കണല്ല. അതാണ് ഞാനിങ്ങനെ അരിച്ചെടുക്കണം. ആ ഭാഗത്തൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് വന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു ടീം വരും. എന്നിട്ട് പൈസക്ക് കൊടുക്കും. ചുണ്ണാമ്പ് തന്നെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. കുമ്മായം കൊള്ളാം, അടിപൊളി കുമ്മായം അതൊക്കെ ഉണ്ടാക്കും. എന്തായാലും അടിപൊളി കാഴ്ചയാണ്. എന്ന് വെച്ചാലേ നമുക്ക് വള്ളത്തിൽ കേറിയിട്ട് പെട്ടെന്ന് തിരിയാൻ പറ്റില്ല, തലറിഞ്ഞു ചെറുതായിട്ട്. വഴി തെറ്റിയാകെ പണിയാണ്. എന്ത് രസം നോക്കിയാ, കൊള്ളാം, അടിപൊളി. അപ്പൊ നമുക്ക് അപ്പുറത്തുള്ള മുട്ടത്തിലേക്ക് പോലെ അച്ഛൻ മുന്നേ എങ്ങനെ കയറിയുണ്ട് ഇത്ര അങ്ങനത്തെ വെള്ളത്തിലൊക്കെ? നമ്മൾ മുന്നേ യാത്ര തന്നെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ. ഓ, എന്ത് രസമല്ലേ അതൊക്കെ, അടിപൊളിയായിരുന്നു അത്. ഇതാണ് ചെമ്പ്. മറ്റേ കക്ക പുഴുങ്ങുന്ന ചെമ്പാണ് കാണുന്നത്. അടിപൊളി അല്ലേ? ഇതില് പട്ടയും മടലും ഒക്കെ ഇട്ടാണ്ട് കത്തിച്ച്. അതെ, ഈ വെള്ളം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ഇതുണ്ട്, കയറുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ മോനെ കുത്തി വെള്ളത്തിലേക്ക് വീഴും. നീന്താറിയത്തരാണെങ്കിൽ തീർന്നു. നമുക്കിനി കയറല്ലേ ചോ? ഇത് പണ്ടത്തെ ബോട്ടാന്ന് തോന്നുന്നില്ലേ ഇത്? ആണോ പണ്ടത്തെ ബോട്ട് കൊണ്ടല്ലോ. ഇത് മറ്റേത് ഫൈബർ ബോട്ട്. ഓ, ഫൈബറിന്റെ ബോട്ട്. ഫൈബറിന്റെ ഇതാണ് നമ്മുടെ ഇതിലൊക്കെ കയാക്കിലൊക്കെ ഉള്ള കയാക്കിങ്ങിലുള്ളത്. ഏറ്റവും കൂടുതൽ സാധനം ഇങ്ങനത്തെ ഫൈബറിന്റെ ആണ്. ശരി ശരി. അതേപോലെ തന്നെ നമ്മള് വലിയ വലിയ ഈ മറ്റേ എന്താ ചൈന അങ്ങനെയുള്ള സ്ഥലങ്ങളെ വീഡിയോസ് അതിലും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫുൾ കയാക്കിങ് ഒക്കെ ഇങ്ങനത്തെ ബോട്ടുകൾ. അടിപൊളിയല്ലേ? അപ്പൊ നമുക്ക് ഇനി അപ്പുറത്തൊരു മുട്ട് കാൽമുട്ടല്ല, കൈമുട്ടല്ലേ, വേറെ എന്തോ ഒരു മുട്ടാണ്. നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും പോവാം. അപ്പൊ ഇതിലൂടെ അങ്ങനെ ഒരു വഴി ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കാഴ്ച കാണാൻ പറ്റുന്നാണ് പറഞ്ഞല്ലേ. ഞങ്ങള് 2 ജീവികളെ ഉണ്ട്. 2 ജീവികൾ, ഉടുമ്പ്. ശരി ശരി. എന്ത് വലിപ്പമുള്ള ഉടുമ്പ്. ഈ വഴിയില്ല മാമേ? ഇവരുടെ വീട്ടിലോട്ടുള്ള വഴിയാണ്. അതിന് പുറകിലോട്ടാണ് കായല് കാണാം. ഈ ബോട്ടൊക്കെ ഉണ്ടല്ലോ, കൊള്ളാല്ലേ? ഇപ്പൊ ഇവിടെ കണ്ടല്ലോ ഈ ബോട്ടൊക്കെ ഇരിക്കണോണ്ടിരിക്കുക. ഒരെണ്ണം കെട്ടി അടച്ചു വെച്ചിരിക്കുക ബോട്ടൊക്കെ ഉണ്ടല്ലേ. അതുപോലെ ഇവിടെ അതൊരു ബോട്ടിൽ പോകണ്ടല്ലേ, ബോട്ടല്ല വള്ളം. രസല കാണാനുണ്ട്. ജനറേറ്ററും കാര്യങ്ങളൊക്കെ അടിപൊളിയില്ലേ, നല്ല കാഴ്ച ഇവിടെയൊക്കെ. ഇത് വള്ളം പുതിയതായിട്ട് പണിയാണോ? പണിയാണ്. അതെ വേണ്ടിട്ടാണ് അത് കെട്ടിട്ടത്. അതെ അതെ. ചിലപ്പോ മെയിൻ്റെനൻസ് വർക്ക് വല്ലതും ഉണ്ടെങ്കിലും എങ്ങനെയാവും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ആടാ മോനെ കിട്ടിയ വല്ലതും കിട്ടിയ മീൻ? ഒന്നും കിട്ടിയില്ല. ആഹാ, കൊള്ളാലോ. പ്രൊഫഷണൽ മീൻപിടുത്തൊക്കെ. ഇവിടെ നിന്നാ നമുക്ക് അടിപൊളിയായിട്ട് ബണ്ട് കാണാൻ പറ്റും. കൊള്ളാല്ലേ? ബണ്ട് കാണാല്ലേ ബണ്ട്. നമുക്കിവിടെ ഒരു തോടിന്റെ കൂടെ ഒരു വഴിയുണ്ട്. നമുക്ക് വെറുതെ പോയോ? നമുക്ക് ഇങ്ങോട്ട് ഈ വഴി എന്ന് പറയുന്നത് സാധാരണ വഴിയല്ല, റിസ്ക് പിടിച്ച വഴിയാണ്. ഇതുപോലത്തെ വഴികളിലൂടെ ഒക്കെ പോകാനാണല്ലോ ഇങ്ങനത്തെ ഒരു കയറുണ്ട്. കൂടെ ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇങ്ങനെ പോവാം. മൈബോ സിനിമയില് ദിലീപിനോടെ വന്നിട്ട്
നമ്മുടെ മമത വീണ പോലെ ആവും പിന്നെ അല്ലേ? അതെ. എനിക്ക് എന്ത് രസമൊക്കെയാണ്. ഇവിടെ ഒരു വല കിടപ്പുണ്ട്, വല കിടക്കുന്നുണ്ട്, ചവിട്ടിയിട്ട് കാല് കുടുങ്ങരുത്. അതെ അതെ, കുടുങ്ങാണ്ടിരുന്നാ മതി. അതെ, കുടിക്കാൻ വലിച്ചു കഴിഞ്ഞാലും വീഴും ചിലപ്പോ. എനിക്ക് കടലിലേക്ക് എന്ത് രസം നോക്കിയാണ്. നല്ല കാറ്റില്ലേ? നല്ല കാറ്റ്. ആഹാ, അടിപൊളി, നല്ല കാഴ്ച. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നോക്കി എന്ത് രസമൊക്കെ കാണാനായിട്ട്. പ്രത്യേക ഒരു ഭംഗിയില്ല ചോദിക്കാൻ. നല്ല രസമുണ്ട് കായൽമട്ട. അതെ അതെ, പ്രത്യേക രസമുണ്ട്. അയ്യോ, അതെ കൊളവാട. എത്ര കെറ്റിലും കയറും. എത്ര കുളവാടല്ലേ. അയ്യോ, ഇങ്ങോട്ടൊക്കെ നോക്കാം. നല്ല കാറ്റും ഉണ്ട്. തിരയൊക്കെ അടിക്കുമ്പോഴേ നല്ല കാറ്റില്ല. കാറ്റിനാണ് തിര അടിക്കണേ. 3 മണി 4 മണി 2 മണി ഈ 3 മണിക്കൂറിന് ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. അതായത് തിര എങ്ങനെ അടിച്ചാലും കാറ്റില്ല, കടപ്പുറത്ത് വെക്കണേ. ഈ ബുദ്ധിമുട്ട് മുന്നേ തോന്നിയില്ല. ഇവിടെ ഒരു ഇന്റർനാഷണൽ ഒരാളൊരു മീൻപിടുത്തം നടക്കുന്നുണ്ട്. നമുക്കൊന്ന് കിട്ടിയോന്ന് ചോദിച്ചോ. ഹലോ, മന എന്തേലും കിട്ടിയോടാ? മീൻ കിട്ടിയില്ല. എറിയ നോക്കട്ടെ, കിട്ടുമോ നോക്കല്ലോ നമുക്ക്. പ്രൊഫഷണൽ ചൂണ്ടൊക്കെയാണല്ലോ. പ്രൊഫഷണൽ ചൂണ്ട. ആഹാ, അത് ഇങ്ങനത്തെ സാധനമാണല്ലേ. ഇങ്ങനെ ആറ്റത്തെറിഞ്ഞ് വലിക്കും തോറും ഇതിങ്ങനെ ഓടുമ്പോ വന്നിട്ട് വെട്ടും അതിനെ. അതാണ് ഇതിന്റെ പ്രത്യേകത. അയ്യോ, അതല്ല അടിപൊളി ഇല്ലേ? അടിപൊളി സംഭവം, അടിപൊളി പരിപാടി. അപ്പൊ ആ കാണുന്ന കണ്ട, അതൊരു കൊതവറ കോളേജാണത്. ആലോചിക്കേ, കൊതവറ കോളേജ്. ഇവിടെ ഇത്ര സുഖത കിട്ടുന്ന നമുക്കൊരു പിടുത്തമില്ല. പ്രത്യേക ഒരു ഭംഗിയല്ലേ. ശരിയാ. അതുപോലെ ആ കാണാണ് ബൺ റോഡ്. നമ്മളതിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ടല്ലേ ചാ? മുന്നേ അപ്പുറത്തും ഇപ്പുറത്തൊരു പാലം പോലെ ഇല്ലേ? ആ ഭാഗത്ത് ഈ ഭാഗത്തും. അത് പുതിയതും പഴയതുമാണ്, അങ്ങനെയാണ്. ഓ, പുതിയതും പഴയതും ഇല്ലേ? അപ്പൊ അത്ര വലിപ്പുണ്ടോ ബണ്ടിന്? ഇന്നല്ലേ ഇപ്പൊ നമ്മളെ നടന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ബണ്ടാണിത്. അയ്യോ, കേരളത്തിലെ ഏറ്റവും വലുതാണ് ഈ ബണ്ട്. കൊള്ളല്ലേ? എത്ര വലിപ്പം നടന്നപ്പോ പറഞ്ഞില്ലല്ലോ ഇത്ര വലിപ്പൊന്നും. നമ്മള് പകുതിക്ക് വെച്ചില്ല നടന്നേ. ഐശ്വര്യാണല്ലേ. എന്നിട്ട് അങ്ങനെ പോവില്ല. അതൊരു പോയിന്റ് ആണ്. എന്നിട്ട് അതിന്റെ ഈ ഗ്യാപ്പിൽ ഇങ്ങനെ ഓരോ ഷോപ്പുകൾ, ചെറിയ ചെറിയ കടകൾ ഉണ്ടായിരുന്നല്ലോ. അതെ അതെ, അതൊക്കെ നമ്മൾ വീഡിയോ എടുത്തത്. ഇതാണ് ചീനവല എന്ന് പറയുന്നത്. അതെ, ചീനവല. മീൻ പിടിക്കാൻ വേണ്ടി. ഇത് ഏറുവലല്ല കേട്ടോ. അല്ല അല്ല, എറിയുന്ന വല അല്ല. ഇങ്ങനെ ഈ മറ്റേ എന്താ പറയാ, വള്ളത്തിൽ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് പോവില്ലേ? ഓ, എന്നിട്ട് ഇങ്ങനെ വെക്കും. അതാണ് നോക്കിയിട്ടുണ്ട്. ചീനവല എന്നുള്ള പേര് കാരണം ചൈന നടക്കണോണ്ടാണ്. ചൈന നടക്കുന്നുണ്ട്. അവരാണത് കണ്ടുപിടിച്ചത്. കേരളത്തിലെ ആൾക്കാർ, മലയാളികളൊക്കെ ചൈനക്ക് ചീന എന്നാണല്ലോ പറയാ. ചീനവല, ചീനച്ചട്ടി. അതെ, അങ്ങനത്തെ വലയാണ് ഇത് കേട്ടോ. എറിയുന്ന വലയല്ല. അങ്ങനെ ഇതുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഇതെന്ത് സംഭവം? ഇത് ഒരു തോടല്ലേ ശരിക്കും. നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലേക്ക് നമ്മുടെ ഈ അനാകൊണ്ടല്ല, നമ്മുടെ ഈ മുതലടൊക്കെ സിനിമ കാണില്ലേ? ആ ഒരു ലുക്ക് ഇല്ലേ ശരിക്കും പറഞ്ഞ? ഒരു മുതലൊക്കെ ഉള്ള, മുതലേ അതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉള്ള പോലെ. അയ്യോ, അപ്പൊ നല്ല വ്യത്യാസമാണ്. അവിടെ ഇരുട്ടും ഇവിടെ വിളിച്ചു. അടിപൊളിയല്ലേ? അപ്പൊ നമ്മളിനി പോകാൻ പോണത് കൊതവറയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് മുട്ട് കാണാം. നമുക്ക് മുട്ട് കണ്ടിട്ട് വരാം. മുട്ടിടിക്കാതിരുന്നാ മതി കണ്ടിട്ട്. അപ്പൊ നമ്മളിനൊരു ടാസ്ക് യാത്രയാണ് ഗൈസ്. കണ്ടല്ലോ, ഒരു പേരും മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സുഖമായിട്ട് ഇത് കൂടെ പോവാം. പ്രത്യേക ഭംഗിയായിട്ട് കാണാം. കയറൊക്കെ കെട്ടിട്ട് അപ്പുറത്തെ ഭാഗം നോക്കിയാൽ ഫുള്ള് ചെളി അഴുക്കൊക്കെയാണ്. ഇപ്പുറത്തെ ഭാഗം നോക്കിയാൽ വൃത്തിയായിട്ടുള്ള ഒരു കായല്ല ആണ്. പാട്ടുപാടിയല്ല, കണ്ടില്ലേ, പേടിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് ഒന്ന് ക്രോസ് ചെയ്യാം. ഇന്ത്യ സ്ഥലം കാണാനായിട്ട്. അടിപൊളി. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്തു ഗൈസ്. അപ്പൊ ഈ കാണാണ് നമ്മുടെ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ നിന്ന് ആറാട്ട് അല്ലെ? 10ാം ദിവസത്തെ ആറാട്ട് ഇവിടെയാണ് ആഘോഷിക്കുക. അത് എങ്ങനെയാണ് പരിപാടി? ആറാട്ട് ഭഗവാനെ മറ്റേ എന്താ പറയുക, കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടിരുന്നത് ഇവിടെയാണ്. അത് ആദ്യം അമ്പലത്തിന്റെ അവിടെ തന്നെ കുളത്തിലായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ടാണ് ഇപ്പൊ ഇവിടെ ആക്കിയത്. ഇവിടെയാണ് ആറാട്ടാക്കിയത്. അപ്പൊ ഇത് വമ്പൻ ആഘോഷമായിട്ട് ഈ ആറാട്ട് നടത്തുന്നത്. പിന്നല്ലേ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചളിയുണ്ട് താഴണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്നേ ദിവസം ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട്, ഇവിടെ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ടാണ് ആറാട്ട് കടവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ഭഗവാനെ കുളിപ്പിക്കുന്നത്. അത് വലിയൊരു ആഘോഷമാണ്. ഇവിടെ സ്റ്റേജൊക്കെ കെട്ടി പാട്ട്, അതുപോലെ തന്നെയാണ് ഇവിടെ ഇരുന്ന് എല്ലാവർക്കും ഫുഡ്, ഭയങ്കര പരിപാടിയാണ്. ഭയങ്കര സെറ്റപ്പാണ്. ഇത് ഭംഗിയല്ലേ കാണാം.
അപ്പൊ അന്നേരം ഇതൊന്നും ഉണ്ടായി, കുളവാഴകളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ വൃത്തിയാക്കി എന്നിട്ട് അവിടുന്ന് ആനയൊക്കെ വന്ന് ആനപ്പുറത്ത് ഭഗവാൻ വന്ന് എന്നിട്ടാണ് ഇവിടെ ആറാട്ട് എഴുന്നള്ളിച്ചിട്ട് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. അന്ന് ഗംഭീര ഉത്സവമാണ് ഇവിടെ. ഭക്ഷണം 3 നേരം രാവിലെ ഭക്ഷണം കൂടുതലും അടിപൊളിയായിട്ടാണ് ആഘോഷിക്കുക ഇവിടെ. അവന് ആറാട്ട് കടവ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതെ അതെ, ഈ ആറാട്ട് കടവ് ഈ സ്ഥലം എന്ത് ഭയങ്കര കാണാൻ കേട്ടോ. അതെ, ചെക്കൻ ഇത് ഫുള്ള് വെള്ളം ഇങ്ങനെ കെട്ടിയിരിക്കുക, കെട്ടി നിർത്തിയേക്കണതാ സ്ക്വയറായിട്ട്. ഓ അടിപൊളി, എന്തായാലും സംഭവമാണത്. അടിപൊളി കാഴ്ച അല്ലേ. അതെ, അവിടെ ഒരാള് നോക്കിയേ, മറ്റേ വള്ളത്തിൽ വരുന്നുണ്ടാ, ഒറ്റയ്ക്ക് എണീറ്റ് നിന്നിട്ട് എഴുന്നേറ്റ് കുത്തിയിട്ടാണ് വരുന്നത്. അതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത് ഈ മറ്റേ വള്ളത്തിൽ നിന്നിട്ട് വള്ളം തുഴയാന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ്. അല്ല അത് നോക്കിയേ, ഒരു വെള്ളം നോക്കിയേ, കുഞ്ഞുവെള്ളം അല്ല ഭംഗിയിലാണ്. അത് കൊള്ളാലോടെ നോക്കിയോട്ടെ, അടിപൊളി വെള്ളം നോക്കി, കറക്റ്റ് ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തില്ലേ. ഇതിനുള്ള പായൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല രസമാവും. അതെ അതെ, അതെ അടിപൊളി മോനെ. കൊള്ളാം. പേര് നിന്റെ? സായി കൃഷ്ണ. എത്രയാ പഠിക്കുന്നേ? അല്ല കുറച്ചൊന്നും മീൻചൂണ്ടുണ്ട്. അതന്നെ കൊള്ളാം, അടിപൊളി, കിഡിലും സാധനം, കിഡിലും വെള്ളല്ലേ. എനിക്ക് ഒറിജിനാലിറ്റി ആണ് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, ശ്രദ്ധിച്ചാ നമുക്ക് ഇന്ന് രാവിലെ മുതലേ മഴ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ ചളി കിട്ടി. നമ്മുടെ തൃശ്ശൂരത്തെ മഴയൊക്കെ അരച്ചു നോക്കി. തൃശ്ശൂർ ഇപ്പൊ മഴ, പാവം ജനങ്ങളൊക്കെ ഇരുട്ടിൽ മൂടിയിട്ടുണ്ടാവും. അവിടെ മഴ പെയ്തപ്പോ അതെ, ഇനി ഇവിടെ കുറച്ച് കഴിഞ്ഞാലാണ് മഴയൊക്കെ വരും. ഇവിടുത്തെ മഴ നമ്മൾ സഹിക്കാണ്ടിരിക്കുക പറയണം കേട്ടോ. ഇവിടെയൊക്കെ മഴ വന്നാലുണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ, വീട്ടിലേക്ക് വെള്ളം കയറുക. അങ്ങനെ എല്ലാവരും വെള്ളം വാങ്ങിച്ചു വെച്ചിരിക്കണ തന്നെ, എന്തെങ്കിലും പ്രശ്നം ഒറ്റ പോക്ക് വരും. നമുക്ക് മുട്ടിലേക്ക് അങ്ങോട്ട് പോവാം, കൊതവറ മുട്ട്. അപ്പൊ നമ്മൾ നോക്കി വെച്ച മുട്ടിന്റെ അവിടെ എത്തി. നമ്മൾ പ്രത്യേക ഒരു ഭംഗിയാണ് അല്ലെ. കൊതവറല്ലേ, കുറവറ പറഞ്ഞു പോണ്, കൊതവറ. അപ്പൊ നമ്മള് മുട്ട് എന്ന് പറഞ്ഞ സംഭവത്തിൽ കൊടുത്തിട്ട് നമ്മളതിനെ ഇവിടെ പാലം വന്നു കേസ്, അതുകൊണ്ട് മനസ്സിലാവണില്ല എന്നുള്ളൂ അല്ലേ. ഇതായിരുന്നു മുട്ട് തോന്നുന്നുണ്ട് വന്നിട്ട്. അതെ 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 അതെ, ഇതിന്റെ മുകളിൽ കൂടെ മറ്റേ ഇത് തടി ഇടും അല്ലെ, തടി ഇടും, അങ്ങനെ രീതിയിൽ തടി ഇടുന്നുണ്ട്. വികസനം വന്നതാ, വികസനം. നല്ല രസമുണ്ടല്ലേ പാലം വന്നപ്പോ ഇവിടെ. അതെ, നല്ല ഭംഗി. ഇതിന് അടിഭാഗം കാണാൻ നല്ല ഭംഗിയാ. 1 2 3 4 സെക്ഷൻ ആയിട്ടാ. പാർക്കിംഗ് ഏരിയ പോലെ, ബോട്ടിന്റെ പാർക്കിംഗ് ഏരിയ പോലെ പിടിച്ചേ. വഴുക്കലുണ്ടാവും, ശരി. അതെ അതെ അതെ, അതുകൊണ്ട് കൊള്ളാലേ, നല്ല രസം ഉണ്ടല്ലേ. ഇല്ല നല്ല രസമുണ്ട് ഈ ഭാഗത്തൊക്കെ. അതെ, അതുകൂടെ വഴി നമുക്ക് അതിന് മുമ്പ് ചാടായിരുന്നു. അതെ നമ്മള് മുട്ട് കാണിച്ചു തന്നു കേട്ടോ. അതാണ് മുട്ട്, അത്രേ ഉള്ളൂ, കണ്ടു അങ്ങനല്ലേ മുട്ട്. അതെ, അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാ സ്ഥലം അറിയോ? നമ്മള് മുട്ട് കാണാന്ന് പറഞ്ഞിട്ട് നമ്മളിട്ട് പോന്നു. അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ നമ്മളിതാ അവിടെ നിന്നിട്ടാണ് നമ്മൾ ആ വീഡിയോ എടുത്തും കണ്ടത്. അവിടെ ആ ഭാഗത്ത് ചുവപ്പ് വീട് പോലെ ഉണ്ടോ? അതിനപ്പുറം ഭാഗത്താണ് നമ്മൾ എടുത്താലോചിക്കും. ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് നടന്നു വന്നു. നമ്മളിപ്പോ കായല് ഫുള്ളായിട്ട് ഇവിടുന്ന് കാണാട്ടോ. മൈ ബോസ് സിനിമ, അങ്ങനെ ഓരോരോ സിനിമ നമുക്ക് ഓർമ്മ വരൂല്ലേ. അയ്യ, അടിപൊളി, നല്ല ഏരിയ. ഇവിടെയുണ്ട് വള്ളം. അതെ അതെ, വെള്ളം പിടിക്കണ വെള്ളം, അടിപൊളി, നല്ല വലിയ വെള്ളം അല്ലേ. ആ കാണാണ് നമ്മുടെ നമ്മൾ ആദ്യം കാണിച്ചത് ബണ്ടില്ല, പാലം. നമ്മൾ അവിടെ നോക്കിയപ്പോഴും കണ്ട ബണ്ടാണ്, ഇവിടെ നോക്കിയപ്പോഴും കാണുന്നത് ബണ്ടാണ്. അടിപൊളിയല്ലേ, നല്ല ഏരിയ. ഇവിടുന്ന് ആ ഭാഗത്തേക്ക് നോക്കിയ മറ്റേ ഈ വിളക്കോഴി, എന്നിട്ട് ഇതിന്റെ പേര് കുളക്കോഴിയാ. ഇത് കൊളവാഴ. ആ ഭാഗത്തേക്കാണല്ലോ ഒരു കാട് പോലെ അല്ലേ, നമ്മുടെ ഈ കണ്ടൽ കാടുകൾ എന്നൊക്കെ പറയില്ലേ. അതായത് നമ്മുടെ ഈ മറ്റേ കോക്രോച്ച, മറ്റേ സാധനം ഓബോച്ചാമേ അല്ല, മുതല സിനിമ കണ്ടിട്ടില്ല. അതിൽ കൂടെ പോണ പോലെ കണ്ടില്ല. ശരി, മുതലയുടെ സിനിമ. അതെ, അതൊരു കണ്ടൽ. അതെ അതെ, രാത്രിക്ക് വരണം. ഒയ്യോ എന്ത് രസം. നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കൊരു ബോട്ട് എടുക്കും. എന്നിട്ട് നമ്മളാ ബോട്ടിൽ സ്വന്തമായിട്ട് ഇങ്ങനെ കറങ്ങും. തകർക്കുന്നവള് എനിക്ക് വയ്യ. അല്ല കുഴപ്പമില്ല, നമുക്ക് ഇതിലറിയാലേ. ഇതേപോലെ നമുക്ക് മറ്റേ ഹൗസ് ബോട്ട് ഒരു ദിവസം പിടിക്കണം. അതെ, ഹൗസ് ബോട്ട് പിടിച്ചാൽ നമുക്ക് ഹൗസ് ബോട്ടിൽ കായലിന്റെ നടുക്ക് പോയിട്ട് കടന്ന് കംപ്ലീറ്റ് വിഷലും കണ്ട്
അല്ലേ? ഊഫ്. കരിമീൻ പൊള്ളിച്ചതും ഓ ഒക്കെ കൂട്ടി അടിച്ച് സെറ്റപ്പ് ആക്കണം. കിട്ടില്ലാക്കാം നമുക്ക്. അതെ. അപ്പൊ എന്തായാലും കായല് ഇതാണ് വേമ്പനാട്ട് കായല് അതെ എന്ന് പറയുന്ന കായല്. അപ്പൊ ഇത് ഈ കാണുന്ന സംഭവം എന്താ? ഇത് ആണ് ഭാഗ്യദേവത പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ആ ഉണ്ട്, ജയറാം ജയറാമേട്ടന്റെ അതുപോലെ തന്നെ അതെ 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 മാമുക്കോയ സാർ അതെ 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 അവര് രാത്രി ആകുമ്പോ മീൻ പിടിക്കാൻ വേണ്ടി വള്ളത്തിലൊരു പോക്കുണ്ട്. അതെ അതെ അന്നേരം ഇങ്ങനത്തെ ഒരു പെട്ടി എടുത്തിട്ടാണ് പോവുക അവര്. ഇതിങ്ങനെ അടച്ച് ഇതിന്റെ ഉള്ളില് കഷ്ണങ്ങൾ വെച്ചിട്ട് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് മീൻ കേറി വരും. ഓഹോ. എന്നിട്ട് കൂട് പൊന്തിച്ചിട്ട് ഇങ്ങനെ എടുത്ത് പോരും. അത് ഇതിലേക്ക് ഇടും. അങ്ങനെ പിടിക്കും മീൻ. അങ്ങനെ മറ്റേ രാത്രികളിലാണ് ഈ സാധനം ഇങ്ങനെ കൂടായിട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങാം. ആ സാധനമാണ്. അത് ഏത് സിനിമയില കാണിക്കണം അറിയോ? ഭാഗ്യദേവത. അതുപോലെ തന്നെ അവിടെ ഒരു വള്ളം കിടക്കണ നോക്കി എന്ത് രസമായി കാണാനായിട്ടില്ല. അതില് ഫുള്ളാണെങ്കിൽ വെള്ളമാണ് മൊത്തം. വെള്ളം കയറിയേക്കണത്. അടിവെള്ളം നിറയെ വെള്ളം. അതെ, വള്ളം നിറയെ വള്ളം അല്ലേ? വെള്ളം നിറയെ വെള്ളം. ഈ എന്ത് രസം കാണാനല്ലേ. ഈ ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് അവർക്ക് ഇറങ്ങാൻ വേണ്ടി സെറ്റപ്പാക്കിയുള്ള സംഭവമാണ്. കണ്ടോ? കണ്ടില്ലേ? ഇവിടെ ഈ ചണ്ടിയാണ് പ്രശ്നം. ഇത് എത്ര മാറ്റിയാലും കൊളവാഴ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വാഴ കൊള്ള അടിപൊളി. കൊള്ളാം കേട്ടോ. കൊള്ള നല്ല പരിപാടി. ഇതാണ് ഈ വള്ളത്തിന് വെള്ളം കോരി കളയുന്ന സാധനല്ലേ? വെള്ളം കോരുന്നു. അതെനിക്ക് തോന്നണ എന്താന്ന് വെച്ചാ നമ്മുടെ ഈ ഓയില് വാങ്ങിക്കാൻ കിട്ടില്ലേ സർവോടെ, അതിന്റെ പകുതി മുറിച്ച് അത് കാണുമ്പോ അതന്നെ പരിപാടി. കൊള്ളാം. അടിപൊളിയില്ലേ? അടിപൊളി കാഴ്ചകൾ. അപ്പൊ രാത്രി മീൻ പിടിക്കണ കൂടടക്കം നമ്മൾ കണ്ടു അല്ലേ? അതെ. പത്രം വായിച്ചോണ്ടിരിക്കുക. പത്രം എങ്ങനെ പത്രം വായിച്ചു? ഞങ്ങളിങ്ങനെ കായൽമാട്ടൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ നടന്ന് ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു അടിപൊളി അമ്പലമാണ്, കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്പലത്തിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിലേക്ക് ഒരു ബേക്കറി കണ്ടു, ഖന്ന ബേക്കറി. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചായ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചായ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ കയറി എന്നിട്ട് പത്രം കണ്ടൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ചായ പറഞ്ഞിട്ടുണ്ട്. പത്രത്തിൽ എന്തൊക്കെയാണ് വാർത്തകൾ? പത്രത്തില് പിന്നെ ഫുട്ബോൾ കളി മെക്സിക്കോയില് സ്റ്റാർട്ട് ചെയ്തു. ഫുട്ബോൾ കളി ഫിഫ വേൾഡ് കപ്പ് 5 വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്നായില്ലേ? കഴിഞ്ഞ വേൾഡ് കപ്പ് ഇടുന്ന പോലെ പെട്ടെന്നായി വേൾഡ് കപ്പ് അല്ലേ? ഞാൻ ശരിക്കും മുന്നേ കണ്ടല്ലോ, നമ്മുടെ ഊരിൽ തന്നെയുള്ള ടൗൺ ഹാളിൽ കയറിയിട്ട് പെട്ടെന്ന് 5 വർഷം കൂടുമ്പോഴാണ്. 4 വർഷം കൂടുമല്ലോ. 4 വർഷം പെട്ടെന്ന് അങ്ങ് പോയി. ആലോചിക്ക്. വേൾഡ് കപ്പ്, ഫിഫ വേൾഡ്, അർജന്റീന, ബ്രസീൽ, അതാണ് എല്ലാവർക്കും. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ പോർച്ചുഗലിന്റെ ആളാണ്. പോർച്ചുഗലിന്റെ ഫാൻസ് കുറവാണ്. അപ്പൊ എന്തായാലും ചായക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ചായ വരട്ടെ അല്ലേ? അമ്പലത്തിനൊക്കെ പോകണ്ടല്ലേ? അമ്പലമൊക്കെ ഒന്ന് കാണാൻ നമുക്ക് ചായ കൂടി നമുക്ക് നേരെ പോയിട്ട് അമ്പലത്തിൽ കാണാം. അപ്പൊ നമ്മള് കൊതവറയിലുള്ള അമ്പലത്തിൽ എത്തിയില്ല. അതെ, കൊതവറ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമ്മളോട് ചായ കൂടി കഴിഞ്ഞ് നേരിട്ട് പോകുന്ന വഴിക്കാണ് ഈ അമ്പലം ഉള്ളത്. പക്ഷെ ഈ അമ്പലം പുറമെന്ന് കാണാൻ നല്ല അടിപൊളിയാട്ടോ. നല്ല സ്റ്റൈലാണ്. കോട്ടമതിലൊക്കെ പറയും. നല്ല ഫ്രണ്ടേജ് ഒക്കെ അടിപൊളിയാണല്ലേ? ഫ്രണ്ടേജ് ഒക്കെ അടിപൊളിയല്ലേ? അടിപൊളി. 5:30 തുറന്നിട്ടില്ല. നല്ല സ്പേസ് ഉണ്ട് വണ്ടികളെ പാർക്ക് ചെയ്യാനല്ലേ? അതൊക്കെ മുകളിലേക്ക് വെക്കാം. നല്ല മഴക്കാറല്ലേ? നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യാതിരുന്നാ മതി അല്ലേ? അമ്പലമൊക്കെ അടിപൊളിയല്ലേ? കൊതവറ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം, അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്. ആ ഭാഗം ഉണ്ട്. അതാ കുറുമ്പ ക്ഷേത്രത്തിന്റെ സപ്താഹ മണ്ഡപമാണ്. സപ്താഹ മണ്ഡപം എന്ത് രസം കാണാനായിട്ട്. വലിപ്പമുണ്ടല്ലോ മണ്ഡപം. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ വരുന്നവർക്ക്, കാറിൽ വരുന്നവർക്കാണെങ്കിലും ബസ്സിൽ വരുന്നവർക്കാണെങ്കിലും ഒക്കെ പാർക്ക് ഇഷ്ടം പോലെ. അത് മാത്രല്ല, ഇവിടെ വല്ല പൂര ഉത്സവമൊക്കെ വരുമ്പോഴേ ഇവിടെ സ്റ്റാളിടാം, നിരത്തി സ്റ്റാളിടാം 2 സൈഡില്. അല്ല എല്ലാ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അടിപൊളി അമ്പലം കൊള്ളട്ടെ. നല്ല ഭംഗിയുണ്ട്. നല്ല കോട്ടമതിൽ എന്നൊക്കെ പറയില്ല നമ്മള്, അതുപോലെ. അമ്പലം തുറന്നിട്ടില്ല കേട്ടോ. സമയം ഇപ്പൊ 5:30 തുറന്നിട്ടില്ല. ചിലപ്പോ 5:45 തുറക്കണ അമ്പലങ്ങളുണ്ട്. നമുക്ക് അധികം നേരം നിൽക്കാനും പറ്റില്ല, കാരണം നമുക്ക് പെട്ടെന്ന് പോകണം. മഴ വരുന്നുണ്ട്. അതെ, മഴ പെയ്ത പണിയാവും. നമ്മള് വണ്ടി ഒന്നും എടുത്തിട്ടില്ല. നമ്മള് നേരെ നടന്നാ വന്നത്. നമ്മൾ ആ പാലൊക്കെ ആലോചിക്കും. നമ്മളിപ്പോ കൊതവറ വരെ എത്തി. നമുക്ക് റിട്ടേൺ ആകണം. അപ്പൊ നമുക്ക്
തൊഴാൻ തരാം. ഈ സംഭവം ചെലമ്പ് ഇത് ഇതിന്റെ മുകളിൽ വെച്ചതാണ്. ഇതിനുള്ളിൽ വെച്ചതാണ്. അത് നല്ല രസമായിരുന്നു. എനിക്ക് ഈ ആർച്ചാണ് അമ്പലത്തിന്റെ മുന്നിലുള്ള ഈ ആർച്ചും അതൊക്കെ നല്ല രസമായിട്ട് പഠിക്കുന്നത്. നമ്മുടെ നാലുമല അമ്പലത്തില് ഇങ്ങനെയല്ലേ ഇങ്ങനത്തെ ആർച്ചാണ്. അതെ, ചെലമ്പുണ്ട് ഒറിജിനൽ. നമ്മൾ ഈ ഇതൊക്കെ ഇല്ലേ നമ്മുടെ വെളിച്ചപ്പാടൊക്കെ ചെലമ്പെന്ന് പറയും. ആ സംഭവമാണിത് ഒറിജിനൽ. ഞാൻ അച്ഛൻ പെട്ടെന്ന് ഒറിജിനലാവൂ. ഒറിജിനൽ പോലെയാണ്. സാധാരണ ശില്പം ഉണ്ടാക്കുമ്പോ അതിന് മുകളിൽ കൂടെ കൊത്തുപണി ചെയ്യാം. സെപ്പറേറ്റ് ഉണ്ടാക്കി കൊള്ളാം. ഒറിജിനൽ സാധനം അത്. ഒറിജിനൽ മണിയുണ്ട്, അതൊക്കെ ഇളകുണ്ട്. അപ്പൊ നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വേറെ അമ്പലത്തേക്ക് എന്നെ വഴിക്കൊരു അമ്പലം കണ്ടു, മാടപ്പള്ളി അമ്പലം. മാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇവിടെ നല്ല പ്രശസ്തമായ അമ്പലമാണ്. ഇവിടെ അല്ല ഞങ്ങൾ നടന്നു തന്നെ വഴിക്കാ. അപ്പൊ പറഞ്ഞു അമ്മമ്മ പറഞ്ഞു നമുക്കൊന്ന് കയറിയല്ലോ. എന്താ നമുക്ക് അങ്ങ് കയറാല്ലേ? അമ്പലം നല്ല ഭംഗിയാണ്. അതെ, നല്ല ഭംഗിയാണ്. അത് ഈ ശ്രീകൃഷ്ണന്റെ അമ്പലങ്ങൾ, അതായത് വിഷ്ണുവിന്റെ അമ്പലങ്ങളൊക്കെ ശ്രദ്ധിച്ച കാണാം. ഒക്കെ റൗണ്ടിലായി വട്ടത്തിലായിരിക്കും. അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ. അതുപോലെ അതൊരു നല്ല ഭംഗിയാണ്. ആ കാലാവസ്ഥ എന്ന് പറഞ്ഞാലേ മഴക്കാരങ്ങൾ നിൽക്കുക. പ്രത്യേക ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അതായത് ഇവിടെ നിന്ന് സൂര്യോദിച്ചിട്ട് അവിടെ മഴക്കാറുണ്ടാവും. അപ്പൊ നമുക്ക് ഭഗവാനെ തൊഴാം. അതെ, ഭഗവാനും തൊഴാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു അല്ലേ? ചെറിയൊരു വഴിപാടൊക്കെ ഷീട്ടാക്കി. നല്ല വെണ്ണ പോലത്തെ പ്രസാദം. ശരി ശരി, അതൊക്കെ കണ്ട വെണ്ണ പോലത്തെ പ്രസാദം. കിടിലൻ പ്രസാദം. നല്ല നല്ല അരച്ചെടുത്ത വെണ്ണപ്രസാദം എന്ന് പറയുന്നത്. അതെ, നല്ല ഭംഗിയുണ്ട് കാണാം. തൊടുമ്പോൾ നല്ല നല്ലൊരു പ്രകാശം ഓറയൊക്കെ ഉണ്ട്. ഇതാട്ടോ നമ്മുടെ ഈ അമ്പലത്തിലെ ഓഡിറ്റോറിയം. ഇവിടെ ഇരുന്നാണ് പരിപാടിയൊക്കെ. ഇവിടെ അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി അന്ന് ഇവിടെയും ഇതുപോലെ കുട്ടികളെ ഇവിടെ അടുത്തുള്ള വീട് കുട്ടികളൊക്കെ ശ്രീകൃഷ്ണന്റെ വേഷമൊക്കെ കെട്ടിച്ച്, അതുപോലെ രാധയുടെ വേഷമൊക്കെ അടിച്ച് ഒരു ഘോഷയാത്ര, അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മാടപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ ചെറിയ അമ്പലമാണ് മാത്രം ശ്രീകൃഷ്ണന്റെ ക്ഷേത്രം. പക്ഷെ ഇവിടെ ഈ പരിസരത്ത് ഏറ്റവും അറിയപ്പെടുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഇത് ശരിയാണ്. എല്ലാവർക്കും അറിയാത്തൊരു അമ്പലമല്ല, നല്ല പ്രശസ്തിയുള്ള അമ്പലം, നല്ല അടിപൊളി അമ്പലമാണ്. പുന്നത്തെ കഴിച്ചു കൊള്ളാല്ലേ? എവിടേക്ക് കറങ്ങി തിരിഞ്ഞാ വന്നേ. കായൽമാട്ട വഴി നേരെ അങ്ങോട്ട് കണ്ട് അവിടെ നിന്ന് കണ്ട് നമ്മള്. അതെ, അങ്ങനെ അവിടെ പോയി വേറെ അമ്പലത്തിൽ കയറി നമ്മൾ ഇവിടെ അമ്പലത്തിൽ വന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. എന്തായാലും എന്തൊക്കെ കാഴ്ചകളുണ്ട്. കലക്കി.